അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വരുമ്പോൾ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പിറക്കുന്ന എല്ലാ കടിഞ്ഞൂലിനും പകരം ഞാൻ ലേവ്യരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് എടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ലേവ്യരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് എടുത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാനും നിങ്ങളും കാരണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്തുള്ളവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അതിന്റെ ഇംഗ്ലീഷ് മലയാളം രണ്ടും കൂടെ ചേർത്തുള്ളതില്ല. സ്തോത്രം. ഇംഗ്ലീഷ് വേർഷനോടെ ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോ അവിടെ സ്തോത്രം, ദൈവം വിളിച്ചു, ദൈവം തെരഞ്ഞെടുത്തു. വിളിയുമുണ്ട്, തെരഞ്ഞെടുപ്പുമുണ്ട്. സ്തോത്രം. നമ്മെ നോക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. പക്ഷേ വിളി പല സമയങ്ങളിലായിട്ടാണ്. എപ്പോഴാ മോശയെ വിളിച്ചതെന്ന് ചോദിച്ചാൽ 80-ാമത്തെ വയസ്സിലാണ് മോശയെ വിളിക്കുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷെ ലേവി ഗോത്ര ഒരു ഭവനത്തിന്റെ അകത്ത് മോശയുടെ ജനനം ദൈവത്തിന്റെ നിയോഗമായിരുന്നു. സ്തോത്രം. പക്ഷെ മരുഭൂമിയിൽ അമ്മായിയപ്പന്റെ ആടുകളെ മേയ്ക്കുമ്പോൾ 80-ാമത്തെ വയസ്സിലാണ് ഒരു മുൾപ്പടർപ്പ് കത്തിച്ച് മോശയെ വിളിക്കുന്നത്. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശൗലിനെ നോക്കാം. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചാണ് പൗലോസിനെ ദൈവം വിളിക്കുന്നത്. സൂര്യനെ വെല്ലുന്ന ഒരു ശോഭ. ദൈവം ഇതിലെ സ്തോത്രം, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിളി ഉണ്ടായില്ലേ? മറക്കാൻ പറ്റാത്ത ഒരു വിളി. ഹല്ലേലൂയ. ആ വിളി കേട്ടിട്ടല്ലേ ഞാനും നിങ്ങളും ഇതിനകത്ത് വന്നത്. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം. രണ്ടാമത് മനസ്സിലാക്കണം, നാം വേർപെട്ട ജനമാണ്. സ്തോത്രം. ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം വേർതിരിച്ചത്. ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ തെരഞ്ഞെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ആ 12-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവം പറയുന്നതാണ്. ഞാനും നിങ്ങളും ആർക്കുള്ളവരാണെന്ന് ചോദിച്ചാൽ പറയണം, യേശുവിനുള്ളവരാണ്. ഹല്ലേലൂയ. യേശുവിന്റെ വകയാണ് ഞാൻ. യേശുവിന്റെ വകയാണെന്ന് ഇന്ന് ഇത്ര പേർക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ വകയാണെന്ന് പറയുമ്പോഴല്ലേ നമുക്കതിന്റെ സ്തോത്രം ഉത്തരവാദിത്വം കൂടുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാര്യം, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെതായി തീരുമ്പോൾ ഞാനത് എത്രമാത്രമാണ് അതിനെ സൂക്ഷിക്കുന്നത്, അതിനെ കരുതുന്നത്, അതിനെ സ്നേഹിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു. ഈ സ്തോത്രം. ഹല്ലേലൂയ. കാർ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാറുകൾ കിടപ്പുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടേതല്ല. പക്ഷെ പൈസ കൊടുത്ത് മേടിച്ച് അത് എൻ്റേതായി കഴിയുമ്പോൾ സ്തോത്രം, എത്രമാത്രം സൂക്ഷ്മതയോടെയാണ് അത് കൊണ്ടു നടക്കുന്നത്. എന്നതുപോലെ ഞാനും നിങ്ങളും ദൈവത്തിന്റെ വകയായി മാറിക്കഴിയുമ്പോൾ അതുപോലെ സൂക്ഷിച്ച് നടത്തുന്ന ഒരു ദൈവമായിരിക്കുള്ളതെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ.